നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. സൗർ ഗുഹയിലാണ്. അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബാക്കി ഭാഗമാണ് എന്ന് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ ഒരു ദുആ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ജഅൽ അബാ ബക്രിൻ മഈ ഫീ ദറജതി ഫിൽ ജന്ന. പടച്ചോനെ, ഇത്രയും വലിയ ത്യാഗം സഹിച്ചു സൗർ ഗുഹ വരെ എത്തിച്ചു. എന്റെ വലഭാഗത്തും ഇടഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തും എനിക്ക് ഒന്നും ഏൽക്കരുത് എന്ന് കരുതി എല്ലാം സഹിച്ച് ക്ഷമിച്ചു വന്നു. എന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ മരുഭൂമിയിലെ മണലുകളൊക്കെ മായ്ച്ച് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ അബൂബക്കർ സിദ്ദീഖ്. ഇപ്പം ഈ സൗർ ഗുഹയിലെത്തിയപ്പോൾ അവിടെ പാമ്പ് കടിച്ചിട്ട് പോലും വേദന സഹിച്ച് കടിച്ചിറക്കിയ എന്റെ സിദ്ദീഖ് എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിച്ചതാണ്. പടച്ചോനെ, അബൂബക്കർ സിദ്ദീഖ് മഹാനവരുടെ സ്വർഗത്തിൽ എന്നോടുകൂടെ എന്റെ ദറജയിൽ ആക്കണേ അല്ലാഹ് എന്നൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ദുആ തന്നെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴല് പോലെ പിന്തുടർന്നു എന്നത് മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായി അതിലപ്പുറം എന്റെ സ്ഥാനത്ത് എന്റെ സിദ്ദീഖിനെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് ഉച്ചരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എത്രയാണ്! മഹാനായ ഖാസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ദലായിലിൽ പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിലേക്ക് പ്രവേശിച്ച ഉടനെ ഗുഹയുടെ ഒരു ഭാഗത്ത് ഉമ്മു വൈലാൻ എന്നു പേരുള്ള ഒരു മരം, ആ മരത്തെ അല്ലാഹു തആല പെട്ടെന്ന് മുളപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിലേക്ക് എത്തിയ ഉടനെ ആ മരത്തെ മാടി വിളിച്ചു, വാ ഇങ്ങോട്ട് വാ. നമ്മളിപ്പോ പുറത്തിറങ്ങിയിട്ട് ഒരു തെങ്ങിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ വരുമോ? അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പാടുന്നുണ്ട്, തംശി ഇലൈഹി അലാ സാബിൻ ബിനാ ഖദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മാടി വിളിച്ചാൽ അത് മരായാലും കൊച്ചു കുഞ്ഞിനെ പോലെ മെല്ലെ മെല്ലെ തങ്ങളടുത്തേക്ക് വരികയാണ്. അവിടുത്തെ മുഅ്ജിസത്തിന്റെ കൈയാണ്. ആ മുഅ്ജിസത്തിന്റെ കൈയും മുഅ്ജിസത്തിന്റെ നാക്കും സംഗമിക്കുമ്പോൾ ഏതൊരു അചേതനമായ വസ്തുവാണെങ്കിലും അനുസരിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വരും. തങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കുകയും ചെയ്യും. എത്രയോ സംഭവങ്ങൾ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നു. അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഈത്തപ്പന മരത്തെ മാടി വിളിക്കുന്നു. ഈത്തപ്പന മരം അതാ അനുസരിച്ചു എവിടെയാണ് വന്ന് നിൽക്കേണ്ടത് എന്ന് ചോദിച്ചു. അബൂ ദുജാനയുടെ വീട്ടുമുറ്റത്ത് വന്ന് ആ സ്ഥാനത്ത് നിൽക്കുന്നു. എത്രയാ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞാലോ നമുക്ക് തീർക്കാൻ കഴിയുക. അങ്ങനെ ഗുഹയുടെ കവാടത്തിൽ വന്ന് ആ ഉമ്മു വൈലാൻ എന്ന് പറയുന്ന മരം വന്ന് ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ പറയുകയാണ്, ഗുഹയുടെ കവാടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്കബൂത്ത്
എട്ടുകാലിയെ, സ്പൈഡർമാൻ എട്ടുകാലിയെ പെട്ടെന്ന് വല നെയ്യാൻ വേണ്ടി ഓർഡർ നൽകി. പെട്ടെന്ന് അത് വല ഇങ്ങനെ നെയ്തു. എന്നിട്ടോ 4 വർഷം പഴക്കമുള്ള ഒരു വലയായി, ചിലന്തി വലയായി അവിടെ ഇങ്ങനെ നിന്നു. മാത്രല്ല 2 കാട്ടുപ്രാവുകളെ അല്ലാഹു തആല അയച്ചു. എന്നിട്ട് അവർക്ക് നിർദ്ദേശം നൽകി, നിങ്ങൾ അവിടെ പോയിട്ട് മുട്ട ഇട്ട് അവിടെ ഇങ്ങനെ അടയിരിക്കുന്നത് പോലെ ഇരിക്കണം. അങ്ങനെ ഇപ്പൊ എന്തൊക്കെയായി? ഉമ്മു ഖൈലാൻ എന്ന് പറയുന്ന മരം ആ ഗുഹാമുഖത്ത് വന്ന് നിന്നു. അങ്കബൂത്താകുന്ന എട്ടുകാലി അവിടെ 4 വർഷം പഴക്കമുള്ളതായ രൂപത്തിൽ ചിലന്തി അവിടെ വല നെയ്തു. മാടപ്രാവ് അവിടെ വന്ന് മുട്ടയിട്ടു അടയിരിക്കുന്നത് പോലെ നിന്നു. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായ രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്. على حبيبك خير الخلق كلهم فالصدق في الغالب صديق لم يرما وهم يقولون ما بالغار من آلمي مولاي صلي وسلم دائما أبدا فيك خير الخلق كلهم وما حوى الغار من خير ومن كرم. നന്മയും ഉദാരതയും. നന്മ എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും നന്മയുടെ ഉറവിടം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉദാരത എന്ന് പറയുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വർണ്ണിച്ച് പറയാം. എന്ത് തന്നെ വന്നാലും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സമ്പത്ത് മുഴുവനും വിശുദ്ധമായ ദീനിനു വേണ്ടിയാണ്. ആ നന്മയും ഉദാരതയും സൗറ ഗുഹയിൽ സംഗമിക്കുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സൗറ ഗുഹയിൽ ഒരുമിച്ച് അവിടെ ഇരിക്കുക. അതോടുകൂടെ ശത്രുക്കളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് പിന്നെ അവിടെയുള്ള ആളുകളൊന്നും കാണാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവർക്ക് ആ ഉൾക്കാഴ്ച കാണാൻ കഴിയുന്നില്ല. സത്യസന്ധതയും സത്യസന്ധനും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ വർണ്ണിച്ചുകൊണ്ട് പറയാം. അവർ രണ്ടുപേരും ഗുഹയിലുണ്ടായിരിക്കെ വഹും യഖൂലൂന, ആ സത്യനിഷേധികൾ പറഞ്ഞു, മാ ബിൽ ഗാരി മിൻ അരിമി, ഗുഹയിൽ ആരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ വർണ്ണിച്ച് പറയാം. ഏതായിരുന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സൗർ ഗുഹയുടെ മുമ്പിൽ ഉള്ള പ്രാവുകൾ, ആ പ്രാവുകൾക്ക് അല്ലാഹു വലിയ മഹത്വം കൊടുത്തു. അവരുടെ പരമ്പരകൾക്ക് തന്നെ വലിയ ബറക്കത്ത് അല്ലാഹു കൊടുത്തു. ഇന്ന് ഹറമിൽ കാണുന്ന ആ പ്രാവുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ കാവലായി നിന്ന, അഥവാ ശത്രുക്കൾ വരുമ്പോ നിങ്ങൾ അവിടെ അടയിട്ട് ഇരിക്കണം എന്ന് നിർദ്ദേശം നൽകി അവരത് സ്വീകരിച്ച് നബിതങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകിയ പ്രാവുകൾ എന്നൊരു പ്രത്യേകത കൊണ്ട് ആ പ്രാവുകൾക്ക് മുഴുവനും അല്ലാഹു വലിയ ബറക്കത്ത് കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് ഹറമിലെ ആ പ്രാവുകൾക്ക് ഇന്നും മഹത്താണ്. ആ പ്രാവുകളെ കൊല്ലാൻ പാടില്ല. മാത്രല്ല ആ പ്രാവുകൾക്ക് പലരും ഗോതമ്പൊക്കെ നേർച്ചയാക്കി കൊടുത്ത വലിയ ഫലാണ്. അല്ലാഹു നമുക്ക് അവിടെയൊക്കെ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ചിലന്തിയുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തങ്ങളെ മുമ്പിൽ
വല കെട്ടിയ ആ ഒരൊറ്റ ചിലന്തി, ആ ചിലന്തിക്ക് മാത്രമേ പ്രത്യേകത ഉള്ളൂ. അപ്പൊ ചിലന്തിനെ കൊന്നൂടെ? ചിലന്തിനെ കൊല്ലണം. ചിലന്തിയുടെ ആ പരമ്പരക്ക് അല്ലാഹു ബറക്കത്ത് കൊടുത്തിട്ടില്ല. അന്ന് ആ വല നെയ്ത ആ ചിലന്തിക്ക് മാത്രമാണ് അല്ലാഹു തആല ആ ഒരു പവർ കൊടുത്തത്. ചിലത് അങ്ങനെയാണ്, അല്ലാഹുവിന്റെ ചില ഹിക്മത്തുകളാണ്. ചിലപ്പോൾ പരമ്പര മുഴുവനും അങ്ങനെ തന്നെ വലിയ ബറക്കത്ത് ഉണ്ടാകും, ചിലത് ആ ഒരൊറ്റ സംഗതിക്ക് മാത്രം ബറക്കത്തുണ്ടാകും. ഇതേ രൂപത്തിലാണ് ആ ചിലന്തിക്ക് പിന്നെ അതിന്റെ പരമ്പരക്ക് അല്ലാഹു ബറക്കത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എട്ടുകാലിയെ കൊല്ലണം. എട്ടുകാലി നെയ്തുണ്ടാക്കിയ വലകൾ നമ്മൾ തട്ടണം. മാറാല എന്ന് പറയുന്ന, നമ്മുടെ മാറാമ്പില എന്നൊക്കെ പറയും. അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവും. മൃഗങ്ങളുടെ ആലയിൽ പശുക്കൾ നിൽക്കുന്ന ആ സ്ഥലത്ത്, അല്ലെങ്കിൽ ആടുകൾ നിൽക്കുന്ന ആട്ടുംകൂട്ടിൽ, കോഴികൾ നിൽക്കുന്ന കോഴിക്കൂട്ടിലാണെങ്കിൽ പോലും നമ്മൾ ആ വലയുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ തട്ടി ഒഴിവാക്കണം. ഇല്ലെങ്കിൽ കോഴിക്ക് രോഗമുണ്ടാകും, ആടുകൾക്ക് രോഗമുണ്ടാകും, പശുക്കൾക്ക് രോഗമുണ്ടാകും. മനുഷ്യന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാകും എന്നതൊക്കെ മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. ഏതായിരുന്നാലും എട്ടുകാലി അതൊരു വിഷജന്തുവാണ്. വിഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജന്മശത്രുവാണ്. വിഷം മനുഷ്യന്റെ ജന്മശത്രുവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചിലപ്പോ ചില ബസ് സ്റ്റാൻഡുകളിൽ, ചില ജനങ്ങളൊക്കെ സംഗമിക്കുന്ന സ്ഥലത്ത് 2-3 പെട്ടിയിലായിട്ട് ചിലപ്പോൾ നല്ല വിഷപ്പാമ്പുകളൊക്കെ വരും. അതൊക്കെ ഇങ്ങനെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി വിഷപ്പാമ്പ് കൊണ്ട് പലതും അവർ കഴിക്കും. അവരൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവസാനം അവർ മരിക്കുന്നത് ഈ പാമ്പിന്റെ കടി കൊണ്ടായിരിക്കും. കാരണം മനുഷ്യന്റെ ജന്മശത്രുവാണ് വിഷം എന്ന് പറയുന്നത്. 30 കൊല്ലത്തോളം പാമ്പുമായി മല്ലടിച്ച് എല്ലാറ്റിനും കഴിവുള്ള, പലപ്പോഴും പത്തിയൊക്കെ വിടർത്തി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നാൽ പോലും നമ്മളൊക്കെ പേടിച്ചു വിറക്കുമെങ്കിലും അദ്ദേഹത്തിന് ഒരു പേടിയുമില്ലാത്ത പാമ്പ് വേലായുധൻ മരണപ്പെട്ടത് പാമ്പ് കടിയേറ്റിട്ടാണ്. ചിലപ്പോ നിങ്ങൾ പത്രത്തിന്റെ ഫീച്ചർ വായിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും ഇത്തരം സംഗതികളൊക്കെ. നിങ്ങൾ നോക്കൂ, വേങ്ങര ചേറൂര് ഭാഗത്ത് ഒരു ചേറൂര് അബുണ്ടായിരുന്നു, പലപ്പോഴും നിങ്ങൾക്ക് പരിചയമുണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് എങ്ങനെയാണ്? അദ്ദേഹം മരണപ്പെട്ടതും പാമ്പിന്റെ കടിയേറ്റിട്ടാണ്. അപ്പൊ പാമ്പിനെ കൊല്ലണം. പാമ്പിനെ കൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 3 പ്രാവശ്യം പോ പാമ്പേ, പോ പാമ്പേ, പോ പാമ്പേ എന്ന് പറയണം. കാരണം പാമ്പിന്റെ കോലത്തിൽ ചിലപ്പോൾ എന്താകും, ജിന്നുകൾ വരും. അപ്പോൾ അത്തരം ഒരു പാമ്പാണെങ്കിൽ അങ്ങനെ ആ പറച്ചിൽ കൊണ്ട് ആ പാമ്പങ്ങ് പോകും. അല്ലെങ്കിൽ ശത്രുവാണെങ്കിൽ അതിനെ കൊല്ലണം. അഥവാ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഉപദ്രവികാരികളായ ചിലന്തിയെ കൊല്ലണം, പാമ്പുകളെ കൊല്ലണം, തേളിനെ കൊല്ലണം. ഇതൊക്കെ കൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടതാണ്. ചുരുക്കത്തിൽ വിഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജന്മ ശത്രുവാണ്. നമ്മൾ പറഞ്ഞു വന്നത് ആ ചിലന്തിക്ക് മാത്രമേ അല്ലാഹു വലിയ പ്രത്യേകത നൽകിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ അൽ കഹ്ഫ്, അവർക്ക് കാവൽ നിന്ന ഒരു നായയുണ്ട്, ഖിത്മീർ എന്നാണ്. പക്ഷേ നായകൾ എല്ലാറ്റിനും ആ ഒരു ബറക്കത്ത് കിട്ടിയിട്ടില്ല. ആ ഒരൊറ്റ നായകയെ ആ ഒരു ബറക്കത്ത് കിട്ടിയിട്ടുള്ളൂ. സ്വർഗത്തിലാണെന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അതേ ഒരു രൂപം മഹാന്മാർ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, പരമ്പരക്ക് ബർക്കത്ത് കിട്ടാത്തതുണ്ടോ? ഉണ്ടല്ലോ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ആരാണ്? കനാനാണ്. ആ കനാൻ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ നിന്ന് മുങ്ങി ആ സമുദ്രത്തിൽ ചാടി അദ്ദേഹം ഈമാനില്ലാതെ മരണപ്പെട്ടു പോയി. അപ്പൊ പരമ്പരക്ക് ചിലതിന് ബറക്കത്തുണ്ടാകും, ചിലതിന് ബറക്കത്തുണ്ടാകൂല. എന്നാൽ മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഈ തൗർ ഗുഹയിൽ വന്നിരുന്ന ഈ സംഭവങ്ങളെ വർണ്ണിച്ച് പറയുന്നു. വന്നുൽ ഹമാമ വന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുനി
മാടപ്രാവുകൾ അടയിട്ടിരിക്കുകയാണ്. അങ്കഭൂതാകുന്ന ഈ ചിലന്തിയുണ്ടല്ലോ, ചിലന്തികളൊക്കെ 4 വർഷം പഴക്കമുള്ള രൂപത്തിൽ നിമിഷങ്ങൾ കൊണ്ട് അവിടെ വല നെയ്യുകയാണ്. ആ വല നെയ്യുകയും അതുപോലെ തന്നെ മാടപ്രാവുകൾ ഇരിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ കുഫാറുകൾ വിചാരിച്ചു, അതെ, ഇങ്ങനെയൊന്നും ഒരു ആൾ വാസമുള്ള ഭാഗത്ത് ഒരാളും ഇരിക്കുകയില്ലല്ലോ. വിഖായത്തുല്ലാഹി അഗ്ലതൻ മുളാഫതി മിനദ്ദുറൂഇ വഅൻ ആലിം മിനൽ തുമീ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം ഒരാൾക്ക് നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന് ഒരു പടയെങ്കിൽ വേണമെന്നില്ല, അതുപോലെ തന്നെ വലിയ കോട്ടകൾ വേണമെന്നില്ല. എല്ലാവരും നിസ്സാരമെന്ന് പറയുന്ന ചിലന്തി ഉണ്ടല്ലോ, ആ ചിലന്തിയുടെ വലയിൽ പോലും അല്ലാഹു തആല സംരക്ഷണം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന് അതൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചു വരികയാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാസീൻ ഓതി അവിടെ മണ്ണ് വാരി എറിഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രക്ഷപ്പെട്ടതാണ്. പിന്നെ അവർ പരക്കം പായാണ്. അബൂജഹൽ ഓഫർ നൽകിയതാണ് 100 ഒട്ടകം. ഇന്ന് കാണുന്ന ഒരു 100 ബെൻസ് എന്ന് പറയുന്നത് പോലെ 100 ഒട്ടകം തരാം. ആരാണ്? മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. തല എടുത്തുകൊണ്ട് വരിക, അതാണ് അവരുടെ ഓഫർ. അവർക്ക് കിട്ടുന്നത് എന്താണ്? 100 ഒട്ടകം. അവർ പരക്കം പാഞ്ഞു, ഓരോ ഭാഗത്തും പോകുകയാണ്, എല്ലാം ഒപ്പിയെടുത്ത് പോകുകയാണ്. അപ്പോഴാണ് സൗറിന്റെ മുകളിലേക്കൊന്ന് പോയാലോ. അങ്ങനെ ഗുഹയുടെ മുകളിലേക്ക് വാളും പിടിച്ചു പോകുകയാണ്. ആവേശത്തോടുകൂടെ എവിടെയെങ്കിലും ഉണ്ടോ 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 എന്ന് ചോദിച്ചു അവര് കറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഗുഹയുടെ മുകളിൽ അവരിങ്ങനെ പോകുകയാണ്. ഗുഹയുടെ മുകളിൽ വന്നു. ആ നിൽക്കുന്ന ശത്രുക്കളുടെ കാൽപാദങ്ങൾ താഴെ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബേജാറോടുകൂടെ പറഞ്ഞു, നബിയേ, ശത്രുക്കളതാ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്, ഒന്ന് താഴോട്ട് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം സമർപ്പിച്ചു, അല്ലാഹുവിൽ സമർപ്പിച്ചു വന്നതല്ലേ. നല്ല ഈമാനിന്റെ കടുകട്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബേജാർ. എനിക്കെന്ത് പറ്റിയാലും പ്രശ്നമില്ല, എന്റെ ഹബീബിന് പറ്റിയാലല്ലേ പ്രശ്നം. നബിയെ, എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ അബൂബക്കറേ, ഈ ഗുഹയിൽ ഞാനും നിങ്ങളും മൂന്നാമതായി ഒരാളുമുണ്ട്. അതാണ് നമ്മെ പഠിച്ച് സൃഷ്ടിച്ച് പറ്റി വളർത്തുന്ന രാജാതിരാജനായ അല്ലാഹ്. ആ അല്ലാഹു നമുക്ക് രക്ഷ നൽകും സിദ്ദീഖേ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ സങ്കടത്തോടുകൂടെ പറയുകയാണ്, ഓ നബിയേ, ഇൻ ഖുതിൽതു അന ഫഇന്നമാ അന റജുലുൻ വാഹിദ്. നബിയേ, ഇൻ ഖുതിൽതു, ഞാൻ വധിക്കപ്പെട്ടാൽ അന ഫഇന്നമാ അന റജുലുൻ വാഹിദ്, ഞാൻ ഒരാളല്ലല്ലോ, ഞാൻ ഒരാളും വധിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. വഇൻ ഖുതിൽത, തങ്ങളാണ് വധിക്കപ്പെട്ടത് എങ്കിൽ ഈ ഉമ്മത്ത് അഥവാ ഈ സമൂഹം തന്നെ നശിച്ചു പോകുമല്ലോ നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുകൂടെ മറുപടി നൽകുകയാണ്, ഓ സിദ്ദീഖേ, ലാ തഹ്സൻ, ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖേ, നീ ടെൻഷൻ അടിക്കണ്ട, നീ ദുഃഖിക്കണ്ട. ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും റബ്ബ് നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹാ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടെത്തുന്നവർക്ക് ഖുറൈശികൾ 100 ഒട്ടകങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ചു.
മക്കയിലെ പർവ്വതങ്ങളിലൂടെ അവർ ചുറ്റിക്കറങ്ങുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുഹയുടെ അടുത്തെത്തി. അവരിൽ ഒരാൾ ഗുഹയുടെ നേരെ നിൽക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഹാദർ റജുൽ ലയറാന, അയാൾ നമ്മെ കാണൂല്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖല്ലാ, ഇല്ല സിദ്ദീഖ്, ഇന്ന സലാസതൻ മിനൽ മലായികതി തസ്തുറുന ബിഅജ്നിഹതിഹാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായി നമുക്കിടയിൽ മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ അവരുടെ ചിറകുകൊണ്ട് നമുക്ക് മറയാക്കി തന്നിട്ടുണ്ട് സിദ്ദീഖേ. അല്പനേരം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഗുഹയുടെ നേരെ നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മൂത്രമൊഴിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ സിദ്ദീഖേ, അയാൾ നമ്മളെ കണ്ടിരുന്നെങ്കിൽ അയാൾ ഈ പണി ചെയ്യൂലല്ലോ, ഗുഹന്റെ മുഖത്ത് അവിടെ നിന്ന് കണ്ടാലും മൂത്രമൊഴിക്കുവോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് ഉറപ്പായില്ലേ എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 40-ാമത്തെ ആയത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم لا تحزن إن الله معنا. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, നീ ദുഃഖിക്കേണ്ടതില്ല. അപ്പോൾ ഫഅൻസലല്ലാഹു സകീന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സമാധാനം ഇറക്കുകയാണ്. എന്നിട്ടോ അയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു അവിടെ ശക്തി നൽകിയിട്ടുണ്ട്. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, സത്യനിഷേധികളുടെ വാക്കിനെ അല്ലാഹു അങ്ങേയറ്റം തരംതാഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ വാക്കാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അല്ലാഹു അസീസുൻ ഹകീം, തീർച്ചയായും അല്ലാഹു അസീസാണ്, പ്രതാപിയാണ്, ഹക്കീമാണ്, തന്ത്രജ്ഞനാണ് എന്ന് സൂറത്ത് തൗബയിലെ 40-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശത്രുക്കൾ ഗുഹയുടെ അടുത്ത് എത്തിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്താൻ സാധിച്ചില്ല. ഗുഹാമുഖത്ത് ആരുണ്ട്? ചിലന്തിയുണ്ട്, മുട്ടയിട്ടിരിക്കുന്ന കാട്ടുപ്രാവുകളുണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫ് അപ്പൊ പറയാണ്, മുഹമ്മദിനെ പ്രസവിക്കുന്നതിന് മുമ്പ് വല കെട്ടിയ വല ഇനി അങ്ങോട്ട് പോകാണ്, ഇങ്ങോട്ട് പോരി എന്ന് പറയുകയാണ്. ആ മുഹമ്മദിനെ പ്രസവിക്കുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളും ഇല്ല അവിടെ, പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്ന് ഉമയ്യത്ത് ബിൻ ഖലഫ് പറയാണ്. അങ്ങനെ ശത്രു സംഘം അവിടെ നിന്ന് മടങ്ങുകയാണ്. അവിടെ ഇപ്പോ ശത്രു സംഘം അങ്ങോട്ട് മടങ്ങിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഗുഹയിലാണ്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശക്തമായ ദാഹം വരുന്നത്, വല്ലാത്ത ദാഹം. നിങ്ങൾ നോക്കൂ, പാമ്പ് കടിയേറ്റു, അവിടെ ഒരു വെള്ളമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെന്നില്ലാത്ത ശക്തമായ ദാഹം വരുന്നത്. ദാഹം വന്നപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ ആവശ്യപ്പെടുന്നത് ആരോടാണ്? നബിയേ, വെള്ളം വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, അല്ലയോ സിദ്ദീഖേ, അതാ ഫശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയേ, എനിക്ക് വെള്ളം വേണം നബിയേ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം ഇത് മുത്തുനബിയാണ്, തങ്ങളോട് പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അപ്പൊ വെച്ച് കിണറുണ്ടാക്കി, അല്ലെങ്കിൽ തങ്ങള് വാട്ടർ അതോറിറ്റി മെമ്പറാണോ? ഒന്നുമല്ലല്ലോ. അപ്പോ നബി തങ്ങൾ മുജാഹിദ് അല്ലല്ലോ, വഹാബി അല്ലല്ലോ.
തങ്ങള് എന്നോട് ചോദിക്കേണ്ട അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചോ എന്ന് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്ത് പ്രകാരം വെള്ളം എവിടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓ സിദ്ദീഖേ, ഇദ്ഹബ് ഇലാ സദരിൽ ഗാർ ഫശ്റബ്, നീ ഗുഹയുടെ മുകൾ ഭാഗത്തേക്കൊന്ന് പോകണം, എന്നിട്ട് അവിടെ നിന്ന് നീ കുടിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതല്ലേ, അവിടുത്തെ മുഅ്ജിസത്തിന്റെ നാക്ക് കൊണ്ട് പറഞ്ഞതല്ലേ, ആ ഗുഹയുടെ മുകൾ ഭാഗത്തേക്ക് കയറുകയാണ്. തങ്ങൾ പറഞ്ഞ പിന്നെ മുകളിലേക്കും കയറാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചില്ല, ഇവിടെ ഇല്ലാത്ത വെള്ളം പിന്നെ മുകളിൽ ഉണ്ടാവുമോ, ചിന്തിച്ചിട്ടില്ല. തങ്ങൾ പറഞ്ഞത് അതുപോലെ അനുസരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഞാൻ ഗുഹയുടെ മുകൾ ഭാഗത്തേക്ക് ചെന്നു. അവിടെ നിന്നതാ എനിക്ക് വെള്ളം ലഭിക്കുന്നു. എങ്ങനെയുള്ള വെള്ളമാണ്? അഖിലാമിനൽ തേനിനേക്കാൾ മധുരമുള്ള വെള്ളം, പാലിനേക്കാൾ വെളുത്ത വെള്ളം, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പാനീയം എനിക്ക് ലഭിച്ചു. ഞാനത് കുടിച്ചു. അത് കുടിച്ച് എന്റെ ദാഹം മുഴുവനും അകറ്റിയതിനു ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഞാൻ ചെന്നു. ഞാൻ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു, ശരിബുത്ത, അല്ലയോ സിദ്ദീഖേ, നീ കുടിച്ചോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിബുത്തു യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഞാൻ കുടിച്ചു. ഞാൻ എന്റെ മതി വരുവോളം ഞാൻ കുടിച്ചു. എന്റെ ദാഹം അകറ്റി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു സുവിശേഷം അറിയിക്കുകയാണ്. അലാ ഉബശ്ശിറുക, അല്ലയോ സിദ്ദീഖേ, ഞാനൊരു സുവിശേഷം നിനക്ക് പറഞ്ഞു തരട്ടെയോ സിദ്ദീഖേ? അപ്പൊ ഞാൻ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അത് സ്വഹാബികളുടെ ഒരു പ്രത്യേകതയാണ്. എപ്പ പറഞ്ഞാലും ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയും എന്റെ ഉമ്മയും തങ്ങൾക്ക് തണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പയേക്കാൾ എന്റെ ഉമ്മയേക്കാൾ തങ്ങളുടെ ആ സ്നേഹം എനിക്ക് വേറെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ മങ്കൂസ് മൗലിദിൽ നമ്മെ പഠിപ്പിച്ചത്, അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അങ്ങനെ സ്വഹാബത്തിന്റെ സ്നേഹം അത്രയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാത്രം പരാമർശിക്കുന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് എന്ന് തന്നെ പറഞ്ഞത് 200-ൽ പരം സന്ദർഭങ്ങളിലുണ്ട് എന്ന് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എത്രമാത്രം സ്നേഹം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടാവും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൗർ ഗുഹയുടെ മുകളിൽ നിന്നും ആ ദാഹജലം കുടിച്ച് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഒരു സുവിശേഷം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ സിദ്ദീഖേ, ഇന്നല്ലാഹ അമറൽ മലക്കൽ മുവക്കല ബി അൻഹാരിൽ ജിനാൻ. ഓ സിദ്ദീഖേ, ഞാൻ പറയാൻ പോകുന്ന സുവിശേഷം എന്താണെന്നറിയോ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അമറൽ മലക്കൽ മുവക്കല ബി അൻഹാരിൽ ജിനാൻ, സ്വർഗത്തിലെ നദികളുടെ കൂട്ടത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്, അനിഖ്രിഖ് നഹറൻ ഫീ ജന്നത്തിൽ ഫിർദൗസി ഇലാ സദരിൽ ഗാർ.
സൗർ ഗുഹയുടെ മുകളിൽ പ്രത്യേകമായി സ്വർഗത്തിൽ നിന്ന് ഒരു നദി നീ ഒരുക്കി കൊടുക്കണം. ആ സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ദ്വാരം, ഈ സൗർ ഗുഹയിലേക്ക് ഒരു ദ്വാരം. ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു പവറാണ്. ആ ദ്വാരത്തിലൂടെ എന്തിനാണ്? അബൂബക്കറിൻ, എന്റെ സിദ്ദീഖിന് കുടിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിലെ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ തട്ടാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ദ്വാരം എന്റെ സിദ്ദീഖിന് കുടിക്കാൻ വേണ്ടി അവിടെ ഏർപ്പാട് ചെയ്യണം എന്ന് അല്ലാഹു അവിടെ വിശേഷം അറിയിച്ചു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മതി വരുവോളം കുടിച്ചു. എങ്ങനെയുണ്ട്? കുടിച്ചു നബിയെ, നിന്റെ ദാഹം തീർന്നോ സിദ്ദീഖേ? അതെ, ഞാൻ എന്റെ മതി വരുവോളം കുടിച്ചു സിദ്ദീഖേ. നമുക്ക് പിടിക്കാനുള്ള ഏറ്റവും പിടിവള്ളി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ, സന്തോഷത്തോടും ഒക്കെ പിടിക്കാനുള്ള പിടിവള്ളി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവേ, ആ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞ് അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതങ്ങ് പറഞ്ഞപ്പോൾ വളരെ താഴ്മയോടുകൂടെ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ സ്ഥാനം എനിക്കുണ്ടോ നബിയെ? ഞാൻ അങ്ങയുടെ ചെറിയൊരു ഖാദിം എന്ന നിലയ്ക്ക് അങ്ങക്ക് വേണ്ടി ചെറിയ എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്തു എന്നല്ലാതെ എനിക്ക് അത്രയൊക്കെ സ്ഥാനമുണ്ടോ നബിയെ? ഇല്ലാത്ത താഴ്മയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, നഅം യാ സിദ്ദീഖ് വഅഫ്ളൽ. അതല്ല സിദ്ദീഖേ, ഇതിനേക്കാളും വലിയ സ്ഥാനം നിനക്കുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത മുബഗിറുക, അങ്ങയെ വെറുക്കുന്നവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കൂല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞാൽ, സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ, പ്രത്യേകിച്ച് നബി തങ്ങളെ നീര് പോലെ പിന്തുടർന്ന എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖിനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, മോശമായത് പറഞ്ഞാൽ, ലാ യദ്ഖുലുൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ കടക്കൂല. അതിലും വലിയ സ്ഥാനം വേണോ സിദ്ദീഖേ? വലൗ കാന ലഹു അമലു 70 നബിയ, 70 നബിമാരുടെ അമൽ അവന് ഉണ്ടെങ്കിലും ശരി, അഥവാ 70 നബിമാർ എത്ര അമൽ ചെയ്ത് വലിയ വലിയ സ്വർഗത്തിലേക്ക് പോകാനുള്ള അമൽ ചെയ്താലും ശരി, എന്റെ സിദ്ദീഖിനെയാണ് ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിച്ചത് എങ്കിൽ അവന് പിന്നെ സ്വർഗത്തിൽ കടക്കൂല. എത്രമാത്രം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം. റബ്ബേ, ആ രണ്ട് മഹാന്മാരും പറഞ്ഞതിന്റെ ബറകത്തുണ്ട് ഞങ്ങളുടെ സദസ്സിനെ കബൂലാക്കണം അല്ലാഹ്. അവിടത്തോട് കൂടെ സാധുക്കളായ ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ കടക്കണം. അതിന് നീ തൗഫീഖ് നൽകണം ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യം അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ഒന്ന് അടുത്തോട്ട് വരണം. നമുക്ക് വളരെ ഭക്തിയോടുകൂടെ യാത്ര ചെയ്യണം. أكرم الخلق ما لمن أولوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يروي رسول الله جاءك به إلى الكريم تجلى باسم منتقم مولاي صل دائما أبدا على حبيبك خير الخلق كلهم فإن من جودك
والقلم مولاي صل وسلم دائما أبدا يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا الله ماذا ربي حين يقسمها تبدي على حسب العصيان في قسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعهدك في الدارين إن له صبرا متى تبعه الأهوال ينهزم مولاي صل وسلم دائما أبدا بك خير الخلق كلهم لصحبي صلاة منك دائما على النبي بمحل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقى والعلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما نهت عدمات الباهرين حصبا وأطرب العيسى بالعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رضا النبي بكر وعن عمر وعن علي وعن عثمان
وسلم دائما أبدا على حبيبك خير الخلق كلهم سعيد زبير طلحة وأبي عبيدة وابن عوف العاشر كربي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم മരണപ്പെട്ടു പോയവരുടെ പേര് ഒരു 10 നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു നമ്മളെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ ചായ കേൾക്കണം. അൽഹംദുലില്ലാ നമ്മുടെ സ്വലാഹിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരുപാട് വർഷം നമ്മുടെ മനയത്തിൽ അതിനാണ് ജോലി ചെയ്യുന്നവർ. അവിടുത്തെ ഖബറും സന്തോഷത്തിനാവട്ടെ. അദ്ദേഹത്തിന്റെ നമ്മുടെയൊക്കെ മരണപ്പെട്ടവരുടെ പേരിൽ 10 തരികളിൽ ചൊല്ലണം. സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. സയ്യിദ് അവറുകൾക്ക് ഒരാഴ്ചയായി ശക്തമായ പനിയൊക്കെ ആയിരുന്നു. അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സും അവർക്ക് നൽകുമാറാകട്ടെ. أفضل الذكر لا إله إلا الله 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 لا إله